കുറുവ സംഘത്തിന്റെ ഭീതി നിലനിൽക്കെ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വീണ്ടും കവർച്ച. അമ്പനാകുളങ്ങരയിൽ യൂനുസിന്റെ വീട്ടിൽ നിന്ന് പകൽ 50,000 രൂപ മോഷ്ടിച്ചു. അലമാരകൾ തുറന്ന് പരിശോധിച്ചെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടില്ല. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ആലപ്പുഴ ഇപ്പോഴും ഭീതിയിലാണ് അല്ലേ? തീർച്ചയായും കുറുവ സംഘങ്ങൾ ആലപ്പുഴ അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ വിട്ടുപോയി എന്ന് പോലീസ് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഭീതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുറുവ സംഘങ്ങൾ, നാട്ടിലെ കുറുവ സംഘങ്ങളാണ് ഇപ്പോൾ ഇറങ്ങുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസവും ഈ മണ്ണഞ്ചേരി പൊന്നാട് ഭാഗങ്ങളിൽ അവിടുത്തെ ഒരാളെ രാത്രി CCTV ദൃശ്യങ്ങളിൽ ഒരാൾ കടന്നു പോകുന്ന ഒരു 2 മണിയോട് കൂടി ഒരാൾ കുറുവ സംഘമെന്ന് തോന്നുന്ന രീതിയിൽ മുഖംമൂടിയൊക്കെ ധരിച്ചു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതനുസരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രദേശവാസിയായ ഒരു യുവാവ് തന്നെയാണ് ഇയാള് മദ്യപിച്ചിരുന്ന ഒരാളാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്നാണ് ഇന്നും മണ്ണഞ്ചേരിയിൽ ഒരു മോഷണം നടന്നത്. ഉച്ചയോടുകൂടിയാണ് മണ്ണഞ്ചേരി അമ്പനാകുളങ്ങരയിൽ യൂനുസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും 50,000 രൂപ മോഷണം പോയത്. പ്രദേശത്തുള്ള ആളുകൾ തന്നെ, അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ആരെങ്കിലും തന്നെ ആയിരിക്കും മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഈ യൂനുസിന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 50,000 രൂപ മാത്രമാണ് നഷ്ടപ്പെട്ടതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർ കുളിക്കുന്ന സമയത്ത് വീട് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നില്ല. ആ ഒരു സമയത്തായിരിക്കും മോഷണം നടന്നത് എന്നാണ് വീട്ടിലുള്ളവർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും മണ്ണഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറുവ സംഘങ്ങൾ ആലപ്പുഴ വിട്ടുപോയി എന്ന് അന്വേഷണ സംഘം പറയുമ്പോൾ പോലും പല ആളുകളെയും ഈ പുലർച്ചെ സമയത്തും ഏതാണ്ട് അർദ്ധരാത്രി 12 മണിക്ക് ശേഷവും ഒക്കെ ഇപ്പോഴും പല CCTVകളിലും ഇത്തരത്തിൽ മോഷണം നടത്തി മുഖം മറച്ച് മോഷണം നടത്താനായി പോകുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. പോലീസ് ഇപ്പോഴും രാത്രികാല പരിശോധനകൾ അടക്കം തുടരുന്നുണ്ട്. കൃഷ്ണരാജ്.